Please punish me. I will give you a punishment. Please. From today, forever. We are. అందరికీ నమస్కారం. തെലുങ്ക് സിനിമ ഈ രാജമൗലിയൊക്കെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയി നശിപ്പിച്ച് നാറാണക്കല്ല് പിടിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ അതിന്റെ എല്ലാ പ്രൗഢിയോടുകൂടി അതിനെ കാവൽ നിന്ന് കാത്തു സൂക്ഷിച്ച നടനസിംഹം റോറിംഗ് ലയൺ ബാലയ്യ ലിംഗ പൊട്ടിയപ്പോൾ പോലും ഡയറക്ഷൻ നിർത്താത്ത കെ എസ് രവികുമാർ സാറിനെ വിളിച്ചു വരുത്തി അടി കൊടുത്ത് വീട്ടിലെടുത്ത കൊഴുക്കട്ട ക്ലാസിക് പടമാണ് അമ്മച്ചിയുടെ ഖലീഫ അഥവാ റൂളർ. അപ്പോൾ പണം തുടങ്ങുമ്പോൾ 1987 ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി നാട്ടിൽ നടക്കുന്ന കൊല്ലും കൊലയും റേപ്പും ഒക്കെ പോലീസുകാർക്ക് ടിവിയിലിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. ഒരു ട്രങ്ക് കോൾ ബുക്ക് ചെയ്യാൻ കുടുംബം വിറ്റ് കൂരരട്ടത്ത് ക്യൂ നിൽക്കേണ്ട കാലത്ത് ഏത് റൗഡിയുടെ കയ്യിലാണ് HD ക്യാമറ എന്നോ ഏത് കടയിലാണ് CCTV എന്നോ പോലുള്ള സംശയങ്ങളെല്ലാം അസ്ഥാനത്താണ്. അയ്യ, ഇത് ബാലയ്യ പടം അയ്യ. അപ്പൊ ഈ കുറ്റകൃത്യങ്ങളൊക്കെ ഉടനെ നിർത്തണം. അതിനൊരു സൊല്യൂഷൻ പോലെ ഒന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴത്തേക്കും എൻകൗണ്ടർ ചെയ്യാം, ലെറ്റർ എഴുതാം, അല്ലെങ്കിൽ ചെന്ന് കണ്ട് കാര്യം പറയാന്നൊക്കെ പോലീസുകാർ പറയും. പക്ഷെ പോലീസുകാർ ഈ മണ്ടൻ ഐഡിയകളെല്ലാം കേട്ടിട്ട് പ്രകാശ് സാർ അതിനെയൊക്കെ പുച്ഛിച്ച് തള്ളും. എന്നിട്ട് പ്രകാശ് സാർ ഒരു ഉളുപ്പും ഇല്ലാതെ വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയും ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും ഇൻക്ലൂഡിംഗ് റേപ്പ് സംഭവിക്കുന്നത് വിശപ്പ് കൊണ്ടാണെന്ന്. എങ്ങനെ ഇരിക്കുന്നു? പക്ഷെ ഇത് ആക്ച്വലി ഒരു ഡയറക്ടർ ബ്രില്യൻസ് ആണ്. എന്ന് വെച്ചാൽ ഇന്നും ഇന്നലെയൊന്നും അല്ല, കുൽഫേസ് കുഴികുത്തി സൂക്ഷിച്ചിരുന്ന കാലം തൊട്ടേ ഉത്തർപ്രദേശിലെ മന്ത്രിമാരൊക്കെ മണ്ടന്മാരാണെന്ന്. അപ്പൊ പ്രകാശ് സാർ പറയും വിശപ്പാണ് എല്ലാത്തിനും കാരണം, അതുകൊണ്ട് പാടത്തിറങ്ങി കൃഷി നടത്തിയാൽ എല്ലാ പ്രശ്നവും മാറും. എല്ലാ പ്രശ്നവും മാറും അല്ലേ? എങ്ങനെ? കൃഷി ചെയ്താൽ റവന്യൂ കിട്ടും, റവന്യൂ കിട്ടിയാൽ എഡ്യൂക്കേഷൻ വരും, എഡ്യൂക്കേഷൻ വന്നാൽ കൾച്ചർ വരും, കൾച്ചർ വന്നാൽ ക്രൈം പോകും. ഇവൻ എന്നതാ പറഞ്ഞോണ്ടിരിക്കുന്നത്? No, I don't know. എന്നോ? അപ്പൊ പക്ഷെ ഉത്തർപ്രദേശിലെ ആളുകളൊക്കെ കൊല്ലും കൊലയായിട്ട് നടക്കുകയാണല്ലോ. അവർക്ക് ആർക്കും വിതയ്ക്കാനും കൊയ്യാനും ഒന്നും അറിഞ്ഞൂടാ. അതുകൊണ്ട് അവരെ കൃഷി പഠിപ്പിക്കാനായിട്ട് നമുക്ക് 500 കുടുംബങ്ങളെ ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അവർക്ക് 5000 ഏക്കർ സ്ഥലം തീരെഴുതി കൊടുത്താലോ എന്ന് പ്രകാശ് രാജ് സാർ ചോദിക്കും. ഇപ്പൊ നടക്കുന്ന ക്രൈം തടയാനായിട്ട് 100 കൊല്ലത്തിൽ മാറ്റം വരുന്ന ഒരു ഐഡിയ. ഇതാണ് ദീർഘവീക്ഷണം എന്ന് പറയുന്നത്. അങ്ങനെ ഇങ്ങനെ ഈ പാവയ്ക്കുളം പോലത്തെ ഐഡിയ കേട്ടിട്ട് എല്ലാവരും ഹാപ്പി, ഇൻക്ലൂഡിംഗ് മുഖ്യമന്ത്രി. പക്ഷെ ആ കൂട്ടത്തിലുള്ള ഒരു പോലീസുകാരെ മാത്രം അതിനെ പുച്ഛിക്കും. ഐ അപ്രീഷിയേറ്റ് നിന്നെ എവിടെയോ കള്ള താടി പിടിച്ചാൽ കണ്ടുപിടിക്കില്ലെന്ന് എഴുതിയോ? അങ്ങനെ പ്രകാശ് രാജ് സാർ ആന്ധ്രയിൽ നിന്ന് 500 കുടുംബങ്ങളെ കൊണ്ടുവന്നിട്ട് അവർക്ക് 5000 ഏക്കർ മരുഭൂമി അങ്ങ് തീരെഴുതി കൊടുക്കും. എന്നിട്ട് അവരോട് പറയും ഈ സെറ്റപ്പ് ഒക്കെ കണ്ടോ, ഇതെല്ലാം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. 5 കിലോമീറ്റർ ദൂരത്തേക്ക് ഒരു പുല്ല് പോലും കാണാത്ത ഈ സ്ഥലത്ത് അടുത്ത മഴയ്ക്ക് മുമ്പ് വിളവെടുക്കാൻ പറ്റുന്ന രീതിയിൽ കൃഷി നടത്തുക. വിളച്ചിലെടുക്കലടാ പുല്ലെന്ന് പറയേണ്ട കാര്യമാണ്. പക്ഷെ അവർക്ക് അതൊന്നും ഒരു പ്രശ്നമേ ഇല്ലായിരുന്നു. കാരണം അവരുടെ കൂട്ടത്തിൽ ഒന്നിനെ രണ്ടാക്കാൻ പറ്റുന്ന 2 പേരുണ്ടായിരുന്നു. കണ്ടാ, അവിടെയുണ്ട്, ഇവിടെയുണ്ട്, അതിന്റെ അപ്പുറത്തും ഉണ്ട്, ഇപ്പുറത്തും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നാം ഇത് ചുമ്മാ ഡിജിറ്റൽ മൾട്ടിപ്ലിക്കേഷൻ അല്ലെന്ന്. പക്ഷെ അല്ല, ഇവർ 2 പേരും ഈ സിനിമയിലെ കഥാപാത്രങ്ങളാണ്. ഏത് കഥാപാത്രങ്ങൾ? അതെ, അവരെല്ലാം ഈ സിനിമയുടെ നിർണായക കഥാപാത്രങ്ങളാണ്. പക്ഷെ ഒരു ഫൈനൽ എഡിറ്റിംഗ് വരുമ്പോൾ അവരൊക്കെ ഈ ഫൈറ്റിൽ മാത്രമായി ചുരുങ്ങിയേക്കാം. അതൊക്കെ ഈ സിനിമയുടെ തിരക്കഥാകൃത്തും സംവിധായകനുമായ ആദിത്യൻ സാറിന്റെ സ്വാതന്ത്ര്യം, അവകാശം. അങ്ങനെ ആന്ധ്രക്കാർ വന്ന് ഉത്തർപ്രദേശിലെ മരുഭൂമി മുഴുവൻ പച്ചപ്പാക്കി. ഇതിലൊരു വിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഴങ്ങ്, ഗോതമ്പ്, പാല്, പഞ്ചാര, അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ഉത്തർപ്രദേശിലാണ്. ആ ഉത്തർപ്രദേശുകാരെ കൃഷി ചെയ്യാൻ പഠിപ്പിച്ച ആന്ധ്രക്കാരാണെന്ന് പറഞ്ഞാൽ ഞാനങ്ങ് സഹിക്കും. പോട്ടെ, തെലുങ്കന്മാരുടെ ഫാന്റസി. പക്ഷെ അവന്മാർ വേറൊരു തെറ്റും കൂടെ ചെയ്തന്നേ. ആന്ധ്രക്കാരെന്നും പറഞ്ഞ് യവന്മാർ കാണിക്കുന്ന ബംഗാളികൾ പാടത്ത് പണിയെടുക്കുന്ന യൂട്യൂബ് വീഡിയോ ആണെന്നേ. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല കാര്യം ഇതൊക്കെ ഉടായ്പാണെങ്കിലും നായകന്റെ കാര്യത്തിൽ അമ്മാതിരി യാതൊരു ഉടായ്പും ഇല്ല. പ്രസന്റിംഗ് യു മുറിവേറ്റ സിംഗം ബാലയ്യ. ഇത്രയും ചോരെ കുളിച്ചിരിക്കുന്നതുകൊണ്ട് സിംഗത്തിന് അതിന്റെ വലിയൊരു ആക്സിഡന്റ് പറ്റിയെന്ന് തോന്നുന്നുണ്ടല്ലേ? ഒരു വേട്ടക്കിടയിൽ ചെറിയ ഒരു പരിക്ക് പറ്റിയതാണ്. അതായത് ഓടുന്ന ട്രെയിനിന്റെ മുകളിൽ കയറി അതിനേക്കാൾ സ്പീഡിലോട് വില്ലന്മാരെ പൊക്കിയെടുത്ത് മിഡ് എയറിൽ കഴുത്ത് വെട്ടുന്നതിന്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് കാല് സ്ലിപ്പായി ഒരു 50 അടി താഴ്ചയിലോട്ട് വീണ് പാറയിൽ ചെന്ന് തലയിൽ ഇടിച്ചു. പക്ഷെ എന്നിട്ടും ബാലയ്യ ചത്തില്ല. ഇത് അടിപൊട്ട സിംഗണ്ടാ, അവളോ സീക്കിരത്തില് സാകാതെ എന്തിനാ കത്തിയെടുക്കുന്നേ? ഇങ്ങനെ ആർത്തടുത്ത് കൊല്ലുന്നതിന് പകരം ഒറ്റ കുത്തിന് ചാവാൻ. ഞാൻ കുറച്ച് ഓവറായില്ലേ? എന്തായാലും 50 അടി താഴ്ചയിൽ നിന്ന് വീണ പോലെ അഭിനയിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 50 മില്ലി അടിച്ച പോലെ നിന്ന് ഡിസ്കോ ഡാൻസ് കളിക്കുന്ന ബാലയ്യ ഈ അമ്മച്ചിയുടെ കാറിന്റെ മുന്നിലാണ് ചെന്ന് വീഴുന്നത്. അവരപ്പം തന്നെ ബാലയ്യെ ഹോസ്പിറ്റലിലോട്ട് മാറ്റി. പക്ഷെ ബാലയ്ക്ക് നല്ല വർക്കത്തായതുകൊണ്ട് ഉദവി ചെയ്ത അമ്മച്ചി ഊർജ്ജശ്വാസം വലിച്ച് ആശുപത്രിയിലാവും. അവിടെ നിന്നൊക്കെ സുഖമായിട്ട് എഴുന്നേക്കുമ്പോഴത്തേക്കും ഡോക്ടർ അമ്മച്ചിയോട് ഒരു കാര്യം പറയും, ബാലയ്ക്ക് പഴയതൊന്നും ഓർമ്മയില്ലെന്ന്. ഇത് കേട്ടത് അമ്മച്ചി ഒരു ഇമ്പോർട്ടന്റ് ഡിസിഷൻ അങ്ങ് എടുക്കും. ആക്സിഡന്റിൽ എന്റെ ഭർത്താവും മകനും മരിച്ചു. എത്രയോ പേരെന്റെ കൂടെ ഉണ്ടെങ്കിലും ഇന്നും ഞാൻ ഏകാന്തത അനുഭവിക്കുന്നു. അതുകൊണ്ട് റോട്ടിൽ നിന്ന് കിട്ടിയ ഈ കുട്ടിയെ ഞാൻ എന്റെ മകനായിട്ട് ദത്തെടുക്കുന്നു.
പക്ഷെ ഇത് ആക്ച്വലി മറ്റൊരു ഡയറക്ടർ ബ്രില്യൻസ് ആണ്. നിങ്ങൾ ആലോചിച്ച് കാണും, ഭർത്താവും മോനും മരിച്ച് ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഇത്രയും പ്രായമുള്ള ഒരു സ്ത്രീ ബാലയെ എന്തിനാണ് മകനായിട്ട് ദത്തെടുക്കുന്നതെന്ന്. എന്തായാലും ബാലയ്ക്ക് ഓർമ്മയില്ല, അവർക്ക് അങ്ങനെ കെട്ടി ഭർത്താവാക്കിയാൽ പോരായിരുന്നു എന്ന്. പക്ഷെ അതിനൊരു കാരണമുണ്ട്. അതായത് എവർ ഓക്സിജൻ കിട്ടാതെ വലിച്ചു ഐസിയു കിടന്നപ്പോൾ കമ്പിക്കടി കൊണ്ട് കോമയിൽ എഴുന്നേറ്റ് വന്ന ബാലയെ അങ്ങേര് ചത്താലും വേണ്ടില്ല എന്ന് പറഞ്ഞ് അമ്മച്ചിക്ക് കൊണ്ട് ഓക്സിജൻ കൊടുക്കും. ആ സ്പോട്ടിൽ തന്നെ അമ്മച്ചിക്ക് മനസ്സിലായി ഇങ്ങേര് ഹസ്ബൻഡ് മെറ്റീരിയൽ അല്ലെന്ന്. കാരണം ഇവരുള്ള ഭർത്താക്കന്മാരാരെങ്കിലും അങ്ങനെ ചെയ്യൂ? എടാ അത് നീയല്ലോ. ഏതാണ്? എടാ ഈ മംഗളത്തിലും മനോരമയിലൊക്കെ ഫലിത ബന്ധുക്കൾ അയച്ചു കൊടുക്കുന്ന തമാശക്കാരൻ. ഞാനങ്ങനെ അയക്കാറില്ല, പറയണൊക്കെ ഭാഗത്തിൽ ഇട്ടാവണോണ്ടാണ്. ഇനി മേല ഇമാതിരി ഭദ്രാവതി കോമഡി അടിച്ചിട്ടല്ല. അങ്ങനെ ദത്തെടുത്ത ബാലയെ അവരുടെ സാമ്രാജ്യത്തിന്റെ ഖലീഫയായിട്ട് അമ്മച്ചി അങ്ങ് അവരോധിക്കും. പിന്നെ ഓർമ്മയില്ലാത്ത ബാലയ്ക്ക് ഓർമ്മ വരാതിരിക്കാനായിട്ട് അങ്ങനെ പേഴ്സ് എടുത്ത് തോട്ടിക്കളയും. പക്ഷെ അങ്ങേർക്ക് ഓർമ്മ പോയെന്നല്ലേ ഉള്ളൂ, ബോധം കാണുമല്ലോ. നിങ്ങൾ ജനിക്കുന്നതിന് 10 ദിവസം മുമ്പ് ജനിച്ച അങ്ങേരെ നിങ്ങളുടെ മോനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേര് നാട്ടുകാരും വിശ്വസിക്കണ്ടേ എന്ന് കൂടെ ഉള്ളവർ ചോദിക്കും. അപ്പൊ നമ്മുടെ അമ്മച്ചി ഒരു രാജവമ്പാല ഐഡിയ ആയിട്ട് വരും. അതായത് അവരുടെ എല്ലാ ഫാമിലി ഫോട്ടോയിലും അവരുടെ മോന്റെ തല വെട്ടിയിട്ട് ബാലയുടെ തല ഒട്ടിക്കാൻ. ഉദാഹരണത്തിന് ഇതാണ് ഫോട്ടോ എന്ന് വെച്ചോ, അത് അവർ ഇങ്ങനെ ആക്കും. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. അങ്ങനെ ബാലയെ ഖലീഫ ആയതിനു ശേഷം പാതാളത്തിൽ കിടന്ന കമ്പനിയെ അങ്ങനെ ഉയരങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു. ഒരുപാട് ഉയരങ്ങളിൽ എത്തുമ്പോഴത്തേക്കും അവിടുന്ന് താഴോട്ട് ചാടാൻ നിൽക്കുന്നവരും കാണുമല്ലോ. അപ്പൊ അവരെ രക്ഷപ്പെടുത്താനായിട്ട് ഹെലികോപ്റ്റർ ചാർജ് വേറെ. പിന്നെ ഖലീഫ ആയതിനു ശേഷം ബാലയെ എടുത്ത ചില നയതന്ത്ര തീരുമാനങ്ങളാണ് കമ്പനിയെ ഈ ലെവലിൽ എത്തിച്ചത്. കോട്ടും സൂട്ടും ഹെലികോപ്റ്ററും 50% വളർച്ച, റിസപ്ഷനിസ്റ്റിനെ പിടിച്ച് പ്രോജക്ട് മാനേജറാക്കുക 90% വളർച്ച, പിന്നെ പ്രോജക്ട് ചെയ്യാൻ വരുന്ന സായിപ്പന്മാരോട് വ്യക്തവും സ്പഷ്ടവുമായിട്ടുള്ള രീതിയിലുള്ള സംസാരം. My foot your company, my shit your project. Hey, what do you think about India, man? ഇയാളത് ഏത് ഭാഷയെ പറയുന്നത്? தெரியாதா? இங்கிலீஷ் பெரிய நாலேஜ். ஆமா, என்ன செய்ய முடியும்? இங்கிலீஷ்லயே பேசி பழக்கமாய் போச்சு. പിന്നെ ബാലയെ പൊക്കി കഴിഞ്ഞാൽ ഏത് കമ്പനി ആയാലും ഒന്ന് പൊങ്ങിപ്പോകും. കാരണം ഗോൾഫ്, ബില്ലിയർഡ്സ്, കുതിരസവാരി, വീണവായന തൊട്ട് ഓട്ടം തുള്ളൽ വരെ ഒരുവിധപ്പെട്ട എല്ലാത്തിലും ബാലയെ തന്നെയാണ് നമ്പർ 1. പക്ഷെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അങ്ങേര് കമ്പനിയിലോട്ട് വന്നപ്പോൾ എടുത്ത ഒരൊറ്റ തീരുമാനമാണ് കമ്പനിയെ അൺബീറ്റബിൾ ആക്കിയത്. അങ്ങനെ ഏഷ്യൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ സ്പെല്ലിംഗ് ASIAN നിന്ന് ASEAN മാറ്റി. എന്നാൽ എന്തിനായിരിക്കും അങ്ങനെ പേര് മാറ്റിയത്? 24 നിന്ന് മമ്മൂട്ടിയെ കണക്ട് ചെയ്യണേ, എന്നിട്ട് ചോദിക്ക് നാണമുണ്ടോ മിസ്റ്റർ. ഇല്ല, അവിടം വരെ ഒന്നും പോണ്ട. എന്തുകൊണ്ട് തോറ്റല്ല, എന്തുകൊണ്ട് പേര് മാറ്റിയെന്ന് വളരെ ലളിതമായിട്ടൊന്ന് പറഞ്ഞേ. എന്റെ പേരിനൊപ്പമുള്ള കോട്ടാത്തല കൊള്ളത്തില്ല എന്ന് അന്നേരം തോന്നിയത് കൊണ്ടും കുറച്ചുകൂടെ ഗുമ്മ കിട്ടാൻ വേണ്ടിയിട്ടും തന്നെയാണ്. ഇപ്പോ പിന്നെ നമ്മുടെ ഖലീഫ ബാലയെ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ അമേരിക്കയാണ്. അതുകൊണ്ട് എന്ത് പ്രശ്നം വന്നാലും ഇങ്ങനെ അപ്പം തന്നെ വണ്ടി എടുത്ത് അമേരിക്കയ്ക്ക് പോയി എന്തെങ്കിലും കോഴ്സ് പഠിക്കുക. അങ്ങനെ ഇങ്ങനെ പഠിച്ച് ഈ ടെക്നിക്കുകൾ വെച്ച് ഇങ്ങനെ ഈ സോഫ്റ്റ്വെയർ കമ്പനി ഇങ്ങനെ വളർത്തി കൊണ്ടുവരുന്ന കാരണം വേറെ കമ്പനികളുമായിട്ട് അക്കുകളി വെച്ചാൽ പോലും 2ാം സ്ഥാനം തൊട്ട് എണ്ണി തുടങ്ങാൻ പറ്റും. കാരണം നമ്പർ 1 എപ്പോഴും ബാലയായിരിക്കും. ഇത് തീരെ പിടിക്കാത്ത EV Labs കമ്പനിയുടെ ഓണറായ സൊണാൽ ചേച്ചി അങ്ങേരുടെ ബാങ്കോക്ക് പ്രോജക്ട് ഹാക്ക് ചെയ്യാനായിട്ട് ഇവിടുന്ന് 3 ഹാക്കർമാരെയും കൊണ്ട് വണ്ടി കയറും. കാര്യം അവർ അങ്ങേരുടെ ലാപ്പ് മോട്ടിച്ച് ഹാക്ക് ചെയ്യുമെങ്കിൽ എല്ലാ തവണ ഇങ്ങനെ ലാപ്പും തപ്പി നടക്കാൻ പറ്റുമോ? അതുകൊണ്ട് സൊണാൽ ചേച്ചി അങ്ങേരുടെ മനസ്സ് ഹാക്ക് ചെയ്യാനുള്ള പരിപാടി നോക്കും. ലെജൻഡും ഡിക്റ്റേറ്ററും കഴിഞ്ഞ് റൂളറിലെത്തിയ സൊണാൽ ചേച്ചിക്ക് അറിയാം ബാലയെ എങ്ങനെ വീഴ്ത്തണമെന്ന്. അതിനായിട്ട് കഷ്ടപ്പെട്ട് ഹാക്ക് ചെയ്ത് ചേച്ചിക്കും ബാലയ്ക്കും റിസോർട്ടിൽ ഒരേ റൂം ആക്കും. എന്നിട്ട് ബാലയ്ക്ക് തീരെ താല്പര്യമില്ലെങ്കിൽ സൊണാൽ ചേച്ചിയും കൂടെ ബാലയുടെ കൂടെ കയറി അങ്ങ് താമസിക്കും. ആരോടാണ് കളിക്കണത് അവർക്ക് അറിഞ്ഞുകൂടാ മക്കളും. പക്ഷെ ബാലയെ ഇതിലൊന്നിലും വീഴുന്നില്ല. പണ്ട് ബാരൽ വെച്ച് ബാലയെ ഒന്ന് ഇളക്കാൻ പോയപ്പോഴും ബാലയെ എവളുടെ തല പിടിച്ച് കുലിക്കുകയെന്നല്ലാതെ അപ്പോഴും ഒന്നും നടന്നില്ല. അങ്ങനെ വേറെ യാതൊരു വഴിയില്ലാതെ ബാലയ്ക്ക് ശാസ്ത്രീയ സംഗീതത്തിലുള്ള പാണ്ഡിത്യത്തെ ചൂഷണം ചെയ്യാനായിട്ട് ചേച്ചി ശ്രമിക്കും വിത്ത് ഡാൻസ്. ചേച്ചി അവിടെ മരാണ ഡാൻസ് ആണ്, ബാലയ ഇനി അങ്ങയുടെ ഡാൻസ്. ഈ നടുവൊടിഞ്ഞ ഞാൻ എങ്ങനെയാണോ പാട്ടും ഡാൻസും ഒക്കെ ചെയ്യുന്നത്? നടുവൊടിഞ്ഞ മട്ടിൽ ഡാൻസ് ചെയ്യുന്ന രീതിയിലാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ചേച്ചിയുടെ പ്ലാൻ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ചേച്ചിയും ബാലയും കൂടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഹാക്കേഴ്സ് ബാലയുടെ ലാപ്പ് അടിച്ചുകൊണ്ട് പോയി അതിൽ നിന്ന് ഫയൽ കോപ്പി ചെയ്ത് ഇവരുടെ ലാപ്ടോപ്പിലോട്ട് ആക്കണമെന്നുള്ളതായിരുന്നു. പക്ഷേ ആസ് യൂഷ്വൽ കൊമേഡിയന്മാരെ ഹാക്കർമാരെ കൊണ്ട് അതൊന്നും പറ്റിയില്ല. ആദ്യം ബാലയുടെ ഡാൻസ് ഇപ്പതായത്. അങ്ങനെ ഇത് രണ്ടും കൂടെ ആയപ്പോഴത്തേക്കും സോമനാംബുലിസത്തിന് മരുന്ന് കഴിക്കുന്ന ചേച്ചിക്ക് വിഷമം കാരണം ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. കറക്റ്റ് ആ ടൈമിൽ ഖലീഫ ബാലയെ അവതരിച്ചിട്ട് പറയും ഐ ആം എ ഫെമിനിസ്റ്റ്, ഇന്ന് എന്റെ പെൻ ഡ്രൈവ്, ഓൾവേസ് എ പെൻ ഷുഡ് ഡ്രൈവ് എന്ന് അങ്ങോട്ട് പറയും. ഇതുകൂടെ കേട്ടപ്പോൾ ചേച്ചിയുടെ സകല കൺട്രോളും പോയി. Please punish me. I will give you a punishment. Please. From today, forever, we are friends. മോശമായിപ്പോയി. ചേച്ചിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള പ്രോജക്റ്റ് ആയിരുന്നു. Come on, ഇങ്ങേർക്ക ഇംഗ്ലീഷ് ഒന്നും മര്യാദയ്ക്ക് പറഞ്ഞുകൂടെ? come on, shake hand. അങ്ങനെ എനിമീസ് ആയിട്ട് ഇവിടുന്ന് പോയ ബാലയെ സൊണാൽ ചേച്ചിയും ഫ്രണ്ട്സ് ആയിട്ട് തിരിച്ചു വരും. ബാലയെ വീട്ടിലെത്തിയ ഉടനെ അമ്മച്ചി സൊണാൽ ചേച്ചിയെ കൊണ്ട് ബാലയെ കെട്ടിക്കാനായിട്ട് ആലോചനയായിട്ട് ചെല്ലും. അപ്പൊ തന്നെ അത് ഉറപ്പിക്കുകയും ചെയ്തു. ഈ അമ്മച്ചിക്ക് നമ്മുടെ മനുവിന്റെ അസുഖം ഉണ്ടെന്നാണ് തോന്നുന്നത്. ആദ്യം കമ്പി തള്ളിയിട്ട് അങ്ങേറെ ഓർമ്മ കളഞ്ഞു, രണ്ടാമത് അങ്ങേറെ ഐഡന്റിറ്റി നശിപ്പിച്ചു. ഇപ്പൊ താണ്ട് ജയിക്കാൻ വേണ്ടി വശീകരണം ഉൾപ്പെടെയുള്ള തൊട്ടി പരിപാടികൾ ചെയ്യുന്ന കോമ്പറ്റീറ്റർ കമ്പനിയിലുള്ള ഒരു പെണ്ണിനെ കൊണ്ട് അങ്ങേരെ കെട്ടിക്കുന്നു. ഒരു മനുഷ്യനെ ഉപദ്രവിക്കുന്നതിനൊക്കെ ഒരു പരിധി വേണ്ടടാ.
ഇതിനിടയ്ക്ക് പുതിയ ഫ്രണ്ടുമായിട്ട് ചിരിച്ചുല്ലസിച്ച് വരുന്ന ബാലയെ വഴി കൂടെ പോകുന്ന വേദിയ ചേച്ചിയെ കാണും. കണ്ട ഉടനെ തന്നെ ബാലയുടെ വലം കണ്ണ് പിടച്ചു, ഇടം നെഞ്ചി തുടിച്ചു. ബട്ട് അങ്ങേര് വളരെ പ്രിൻസിപ്പിൾഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. സ്ത്രീകളുടെ അനുവാദം ഇല്ലാതെ ഒന്നും ചെയ്യുന്നത് അങ്ങേർക്ക് ഇഷ്ടമല്ല. അതിന് വിപരീതമായിട്ട് ചെയ്തുകൊണ്ടാണ് ഒരു പ്രോജക്ട് മാനേജറിനെ വരെ ഫയർ ചെയ്തത്. അതുകൊണ്ട് വേദിയ ചേച്ചി കണ്ടപ്പോൾ തന്നെ ഒരു 10-100 ഫോട്ടോ അങ്ങ് പിടച്ചിട്ട് വീട്ടിലെ ടിവിയിലെ കൊണ്ടിട്ട് സാവധാനം കണ്ട് ആസ്വദിക്കുക. അല്ലാതെ വേറെ പരിപാടിക്കൊന്നും ഞങ്ങളുടെ ബാലയെ കിട്ടില്ല. സ്ട്രിക്ട് റൂൾസ് അല്ലേ? അതെ. അപ്പൊ കാര്യം ഇവരൊരു സോഫ്റ്റ്വെയർ കമ്പനി ആണെങ്കിലും താലൂക്ക് ഓഫീസിന് പുട്ടിയടിക്കുന്നതോട്ടുള്ള എല്ലാ പണികളും ഇവർ ചെയ്യും. എന്നിട്ട് അതെല്ലാം വില്ലേജ് ഓഫീസിലെ ഫയൽ അടുക്കി വെച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ അടുക്കി വെക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം നമ്മുടെ അമ്മച്ചിലൂടെ അവരെ കാച്ചാനായിട്ട് നടക്കുന്ന നിർത്ത് ഇവർ ഉത്തർപ്രദേശിൽ നടത്താനിരുന്ന ഒരു സോളാർ പ്ലാന്റിന്റെ ഫയൽ ബാലയെ കാണാനായിട്ട് തള്ളിയിടും. ബാലയെ അത് കണ്ട ഉടനെ ഇതേത് ഫയൽ, ടൈംസ് ന്യൂ റോമൻ സൈസ് 12 ഫുൾ ക്യാപിറ്റൽ ലെറ്റർ, സീംസ് ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോയി വായിച്ചു നോക്കും. നമ്മുടെ അമ്മച്ചിയുടെ ബുദ്ധിയെന്ന് ആലോചിച്ച് നോക്കണേ. ഈ ഫയൽ കണ്ടു കഴിഞ്ഞാൽ ബാലയ്ക്ക് പഴയ എന്തെങ്കിലും ഓർമ്മ വന്നാലോ എന്ന് വിചാരിച്ചാണ് അവരത് പതുക്കി വെച്ചത്. എവിടാ പതുക്കി വെച്ചത്? അങ്ങേറെ തന്നെ ക്യാബിനിൽ. എന്തായാലും ബാലയ്ക്ക് ഫയൽ വായിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു. നാളെ തന്നെ പ്രോജക്ട് നടത്തണമെന്ന് അങ്ങനെ മീറ്റിംഗ് വിളിച്ച് പറയും. പക്ഷേ ഇതറിഞ്ഞ തള്ള വണ്ടി പിടിച്ച് വന്നിട്ട് വണ്ടയായിട്ട് ബാലയെ ചീത്ത പറയും. ഇത് കേട്ടതും ബാലയെ അങ്ങനെ സ്ഥിരം നമ്പർ വെക്കും. അങ്ങനെയാണെങ്കിൽ ചെയർമാൻ പോസ്റ്റ് എനിക്ക് എന്തിനാ? ഞാൻ റിസൈൻ ചെയ്ത് അമേരിക്കയ്ക്ക് പോവാ. ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? അത് പോട്ടണു. അല്ല പിന്നെ ഇവനെന്താ സായിപ്പ് ഉണ്ടാക്കിയത്? അങ്ങനെ ബാലയെ പിണങ്ങി പോയിരിക്കാനായിട്ട് അമ്മച്ചി കഥ പറയാൻ തുടങ്ങും. ഇത് പറയാൻ തുടങ്ങിയിട്ട് ഇത് തീരുന്നില്ലെന്ന്. എത്ര നേരം എന്ന് വെച്ചാൽ ഒരു പ്രായ മനുഷ്യ ഇത് കേട്ടോണ്ട് ഒരേ നിപ്പ് നിൽക്കുന്നത്. അതുകൊണ്ട് ബാലയെ നൈസായിട്ട് അവിടെ ഇടുന്ന ഗ്ലാസ് ടേബിൾ കൈ ഊന്നി ഒന്ന് ചാരി നിൽക്കും. എന്നിട്ട് നടു പൊളിക്കുന്ന നാട്ടുകാർക്ക് മനസ്സിലാവാതിരിക്കാനായിട്ട് വെച്ച കണ്ണെടുക്കാതെ ഗ്രഹണിയിൽ ഗ്രാമഫോൺ കണ്ട പോലെ കുറേ ഡയലോഗ് അടിക്കും. ഇതിന്റെ ഇടയ്ക്ക് സോളാർ പണിയാൻ ചെന്ന തള്ളയുടെ തള്ളവരൽ ഒടിച്ചുകൊണ്ടാണ് പ്രോജക്ട് നടക്കാത്തതെന്ന് കൂടെ അറിഞ്ഞപ്പോഴത്തേക്കും ബാലയ്ക്ക് ദേഷ്യം വന്നു. അങ്ങനെ 3 നിന്ന ടേബിളിന്റെ ഗ്ലാസ് നടുവിനെ ഇങ്ങനെ പൊളന്ന് വന്നേ. அப்படியே உடைஞ்சது. ஸோ கண்ணாடி அடித்தா உடையும். பட் அந்த என்ன கிளாஸ் போட்டிருப்போ எவ்வளோ அந்த ஃபோர்ஸ் அவ்வளோ வெறி. പുള്ളിയുടെ വെറി പിന്നെ ഫേമസ് ആണല്ലോ. അങ്ങനെ സോഫ്റ്റ്വെയർ കമ്പനി നടത്തുന്ന ബാലയെ സോളാർ പ്ലാന്റ് പണിയാനുള്ള ബില്ല് പാസ്സാക്കും. എന്നിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ അവിടെ പണി തുടങ്ങും. പണി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ബാലയെ വില്ലനായ മന്ത്രിയെ വിളിച്ചിട്ട് ഞാൻ എന്ത് ടൈപ്പ് ആണെന്ന് നിനക്ക് അറിയാമോടാന്ന് ചോദിക്കും. ഓബ്വിയസ്ലി അങ്ങേർക്ക് അവൻ ആരാണെന്ന് പോലും അറിഞ്ഞൂടാ. പിന്നല്ലേ അവന്റെ ടൈപ്പ്. പക്ഷേ ഡോണ്ട് വെറി ജെന്റിൽമാൻ, ബി ഹാപ്പി. അത് എന്താണെന്ന് ബാലയെ തന്നെ കാണിച്ചു തരും. എന്തായാലും ബാലയുടെ ഈ ഡയലോഗ് കേട്ടിട്ടാണെന്ന് തോന്നുന്നു അവിടെ പിച്ചളത്തട്ടിൽ കോളാമ്പി പോയിട്ട് നിന്ന് അവനെ അതും കളഞ്ഞിട്ട് ഓടും. ബാലയെ വിടുവോ? അവനെ പൊന്തക്കാട്ടിലോട്ട് ഓടിച്ചു കയറ്റും. പക്ഷേ ഇതേ സമയം 4G ഫോണിൽ വിളിച്ച് ബ്ലൂടൂത്ത് വഴി ചീത്ത പറഞ്ഞുകൊണ്ട് വില്ലൻ മന്ത്രി അമ്മച്ചിയെ കൊല്ലാനായിട്ട് ഗുണ്ടാളെ വിടും. അമ്മച്ചി കരയുന്നത് കേട്ട ഖലീഫ പിന്നെ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്തില്ല. ഒരു കാർ എടുത്തുകൊണ്ട് വന്ന് എല്ലാം അതിനെ അടിച്ച് തെറിപ്പിക്കും. ഇനിയിപ്പോൾ ഡോർ തുറക്കാൻ ടൈം വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈം കൊണ്ട് അവർ അമ്മച്ചിയെ തന്തൂരിയാക്കുമെന്ന് മനസ്സിലായതുകൊണ്ട് ബാലയെ ഡോറോടെ പൊളിച്ചെടുത്ത് ഇങ്ങനെ ചാടി. അങ്ങനെ ഡോർ പൊളിച്ചു വന്ന ബാലയെ ഗുണ്ടാളെയൊക്കെ അടിച്ച് തെറിപ്പിച്ചിട്ട് പൊട്ടിത്തെറിച്ച വെള്ളത്തിൽ മോന്തയം കഴിച്ച് ചെന്ന് മെയിൻ ഗുണ്ടയോട് തെലുങ്കിൽ എന്തോ മന്ത്രം ചൊല്ലിയതോ അങ്ങനെ ചങ്ക് പൊട്ടിച്ചാവും. അപ്പോഴേക്കും നേരത്തെ ഇറങ്ങി ഓടിയ പിച്ചളക്കോളാമ്പിയും അവൻ നാട്ടുകാരെ വിളിച്ചോണ്ട് വരും. കടലിളകി വരുന്ന പോലത്തെ നാട്ടുകാരെ കണ്ടിട്ട് അവരെല്ലാം കുത്തിക്കൊല്ലാൻ ബാലയെ കത്തിയായിട്ട് റെഡി ആയിട്ട് നിൽക്കുമ്പോഴാണ് വേദിയ ചേച്ചി വന്ന് ബാലയെ കെട്ടിപ്പിടിക്കുന്നത്. ഇനി അങ്ങോട്ട് ഫ്ലാഷ് ബാക്ക്. ചുമ്മാ പറഞ്ഞൊന്നല്ല, ഫ്ലാഷ് ബാക്കിൽ ബാലയെ ശരിക്കും ഫ്ലാഷ് ആയിരുന്നു. ഇതെവിടുന്ന ചോര? ടെൻഷൻ അടിക്കണ്ട സാറേ. ചേട്ടന്റെ അടി നോർമൽ സ്പീഡിൽ ആലോചിച്ചാൽ കാണാൻ പറ്റില്ല. സാർ ഒന്നുകൂടി റിവൈൻഡ് ചെയ്തിട്ട് സ്ലോ മോഷനിൽ ആലോചിച്ചു നോക്കൂ. ഈ ടോണി സ്റ്റാർക്കിന്റെ ബില്യണയർ പ്ലേ ബോയ് ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നിന്നാണ് ബാലയുടെ ക്യാരക്ടേഴ്സിനെ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ബില്യണയർ പ്ലേ ബോയ് മറ്റേ നമ്മുടെ ഖലീഫ ബാലയ്യ, ബാക്കിയുള്ള ഫിലാന്ത്രോപ്പിസ്റ്റ് ഈ ഫ്ലാഷ് ബാലയ്യ. ഈ ബാലയുടെ പേര് ധർമ്മ. ആൻഡ് പുള്ളി ഒരു പോലീസ് ഓഫീസറാണ്. പക്ഷെ പുള്ളിക്ക് ആകെ ഒരു ഒറ്റ ജോലിയേ ഉള്ളൂ. കർഷകരെ അറ്റാക്ക് ചെയ്യാൻ ആരെങ്കിലും വരുമ്പോഴത്തേക്ക് മാർക്കറ്റ് തല്ലി പൊളിച്ചിട്ടാണെങ്കിലും കർഷകരെ രക്ഷിക്കുക. അങ്ങനെ ഫ്ലാഷ് ബാലയുടെ ഈ കഴിവ് പുല്ല് കളിക്കുന്ന എല്ലാ പഞ്ചായത്തിലും ഫ്ലാഷ് ആണ്. അങ്ങനെ ഫ്ലാഷ് ബാലയെ കെട്ടാനായിട്ട് വേദിയ ചേച്ചി ടാക്സി പിടിച്ച് വരും. വേദിയ ചേച്ചി വന്നത് തന്നെ ബാലയെ എല്ലാത്തിലും ഭയങ്കര സ്പീഡാണെന്ന് അറിഞ്ഞിട്ടാണ്. കാരണം വേദിയ ചേച്ചിക്ക് ഒരാൾ പതുക്കെ സംസാരിക്കുന്നത് പോലും അലർജിയാണ്. Oh my god, you're stretching one word like chewing gum. കാര്യങ്ങളൊക്കെ ഇങ്ങനെ ടേ ടേ എന്ന് പറഞ്ഞ് നടക്കണമെന്ന് പറഞ്ഞ് വേദിയ ചേച്ചി വീട്ടുകാരെ ഉറപ്പിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങി ചെടിച്ചട്ടി നനച്ചോണ്ടിരുന്ന ബാലയോട് ചെന്നിട്ട് പറയും, നിന്റെ ഫിഗർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി എന്റെ ഫിഗർ ഒന്ന് നോക്കിയേ, നിനക്ക് ഏത് പാർട്ടാണോ ഇഷ്ടപ്പെടാത്തത് ആ പാർട്ട് ഞാൻ സർജറി ചെയ്ത് മാറ്റിക്കൊണ്ട് വരാം. ബാലയെ മൊത്തം ഒന്ന് ഒത്തു നോക്കിയിട്ട് പറയും, ഒന്നും മാറ്റണ്ട, എല്ലാം സെറ്റാണ്. അങ്ങനെ രണ്ടുപേർക്കും ഫിഗറൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ എളുപ്പമായിരുന്നു. ബാലയ്ക്ക് പെർമിഷൻ കൊടുത്തില്ലെങ്കിൽ തന്നെ അങ്ങനെ ഇതാണ് ചെയ്യുന്നത്. അപ്പൊ പെർമിഷൻ കൊടുത്താലോ? സാർ ഈ നിൽക്കുന്ന താടിക്കാരനെ പിടിച്ച് തൂക്കിക്കൊല്ലണം സാർ. അപ്പൊ ഇമാതിരി മണ്ണെണ്ണ പ്രണയമൊക്കെ ഇവിടെ നടക്കാനും ഫ്ലാഷ് ബാലയെ ഇവിടെ ജനിക്കാനും ഒക്കെ ഉള്ള ഒരു ഒറ്റ കാരണക്കാരൻ നമ്മുടെ പ്രകാശ് രാജ് സാറാണല്ലോ. മാറി മാറി വന്ന സർക്കാരുകൾ അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോഴും പ്രകാശ് രാജ് സാർ ഒരു ഒറ്റ കാലിൽ നിന്നു അവരെ അവിടെ നിന്ന് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പൊ ആ സ്ഥലം നോക്കി വെച്ചിരിക്കുന്നത് അങ്ങേറെ സ്വന്തം അനിയൻ മന്ത്രി വില്ലനാണ്. ആ സ്ഥലം തരാത്തത്, മോളെ കെട്ടിച്ചത് എല്ലാം കൂടെ കലിപ്പ് കയറി മന്ത്രി വില്ലൻ പ്രകാശ് രാജ് സാറിന്റെ മോളെ കെട്ടിയാണ് എല്ലാവരുടെ മുന്നിൽ വെച്ച് അങ്ങ് കുത്തിക്കൊല്ലും. ഇത് കാരണം വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത പ്രകാശ് രാജ് സാറും മോളും കൂടെ തെലുങ്കന്മാരുടെ വീട്ടിൽ കയറി അങ്ങ് താമസിക്കും. ഏതായാലും ബെഡ് ബുക്ക് ചെയ്തത് നന്നായി. ഏമാന് വന്ന് മലന്നടിച്ച് കയറി കിടക്കാൻ ഒരു സ്ഥലമായല്ലോ.
പക്ഷെ അങ്ങനെ പിടിച്ചു പറിക്കാൻ ശ്രമിക്കുന്ന സ്ഥലത്ത് വലിഞ്ഞു കയറി താമസിക്കുന്ന പ്രകാശ് രാജ് സാറിനെ ഒരു പാഠം പഠിപ്പിക്കാനായിട്ട് അങ്ങേറെ തമ്പി ആ നാട്ടിലെ കറണ്ട് അങ്ങ് കട്ട് ചെയ്യും. അപ്പോൾ വില്ലൻ വിചാരിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാട്ടിലുള്ളവരെല്ലാം കൂടെ ഇരുട്ടത്ത് കണ്ണ് കാണാതെ പരസ്പരം കുത്തി ചത്തോളം എന്നാണ്. പക്ഷെ അവൻ വിത്തിറക്കിയ പറമ്പ് മാറിപ്പോയി. ആ നാട്ടുകാരെല്ലാം കൂടെ മാനത്തോട്ട് നോക്കി ഒരേ സ്വരത്തിൽ പറഞ്ഞു, ദാ ആ ചന്ദ്രനെ കണ്ടോ, അതാണ് ശരിക്കുള്ള വെളിച്ചം, അതിനെ ആർക്കും കട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പ്രകാശ് രാജ് സാറിന്റെ തമ്പി പാല്, പത്രം, ബസ്, കറണ്ട് അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാം കട്ടിയും വെള്ളവും ഗ്യാസും ഒഴിച്ച് ഒരു സമാധാന ഹർത്താലിന്റെ മൂടാണ്. പക്ഷെ മോള് ഗർഭിണി ആയതുകൊണ്ട് പാല് കൂടി ഒഴിവാക്കി തരണമെന്ന് പറയാൻ പ്രകാശ് രാജ് സാർ അനിയനെ കാണാൻ ചെല്ലും. വേണമെങ്കിൽ വളർന്നു നിൽക്കുന്ന കുറച്ച് പുല്ല് വരി തിന്നോന്ന് അനിയൻ. സമാധാനപരമായിട്ടാണ് ചർച്ച തുടങ്ങിയെങ്കിലും തീർന്നപ്പോഴത്തേക്കും പ്രകാശ് രാജ് സാർ സമാധിയായി. പ്രകാശ് രാജ് സാറിന്റെ കാഴ്ച പോലെ തന്നെ മോളെയും കാച്ചണമെന്ന് വില്ലൻ വിചാരിച്ചിരിക്കുമ്പോൾ മോള് തന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ എന്താ ഡൽഹി ട്രെയിനിൽ ഒളിച്ചോടുകയാണ് എന്ന് പറയും. അങ്ങനെ നടന്ന ഫൈറ്റിനിടയ്ക്ക് ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് ഇവരെ രക്ഷിക്കുന്നതിനിടയ്ക്കാണ് ബാലയ്യയുടെ കാല് സ്ലിപ്പായത്. പക്ഷേ ഈ കഥ എല്ലാം കേട്ടിട്ടും ഖലീഫ ബാലയ്ക്ക് ഫ്ലാഷ് ആയിരുന്ന കാലം ഓർമ്മ വരുന്നേ ഇല്ല. അപ്പൊ പെട്ടെന്ന് പ്രകാശ് രാജ് സാറിന്റെ മോള് മുന്നോട്ട് വന്നിട്ട് അവര് പ്രസവിച്ച കൊച്ചിനെ എടുത്ത് കൈ കൊടുത്തിട്ട് ദാ ഇവന്റെ പേര് ധർമ്മ എന്നാണെന്ന് പറയും. പെട്ടെന്ന് ബാലയ്ക്ക് പഴയതെല്ലാം ഓർമ്മ വന്നു. പക്ഷേ എവരുടെ ഈ ക്രിഞ്ചൊന്നും സഹിക്കാൻ വയ്യാത്തോണ്ടാന്ന് തോന്നുന്നു ആ കൊച്ചു വെച്ച് കളഞ്ഞിട്ട് പോയി. പകരം വേറെ ഏതോ കൊച്ചിനെ പൊക്കി എടുത്തോണ്ട് വന്ന് ഇതാണ് എന്റെ കൊച്ചെന്നും പറഞ്ഞ് പ്രകാശ് രാജ് സാറിന്റെ മോള് കൊട്ടാരത്തിലേക്ക് ചെല്ലും. എവളെ കണ്ടത് ഗുണ്ടകൾ വെടിവെച്ചെങ്കിലും ബുള്ളറ്റിനേക്കാൾ ഇരട്ടി സ്പീഡിൽ ബാലയെ കാറ് കറക്കിയതുകൊണ്ട് ഒരെണ്ണം പോലെ അവളുടെ ദേഹത്ത് കൊണ്ടില്ല. അതൊക്കെ പോട്ടെ, ഇങ്ങേര് കാറും കൊണ്ടുവന്നപ്പോൾ അവന്മാർ തോക്കും കൊണ്ടുവന്നു. പകരം ഇങ്ങേര് തോക്കും കൊണ്ടുവന്നപ്പോൾ അവന്മാർ പിച്ചാത്തിയും കൊണ്ടുവന്നേക്കുന്നു. അവസാനം വില്ലനെ തൂക്കിയെടുത്ത് കച്ചിലിട്ട് കത്തിച്ച് ബാലയെ നാട്ടുകാർക്ക് സ്ഥലം തിരിച്ച് മേടിച്ചു കൊടുക്കും. പക്ഷെ ഇതെല്ലാം കണ്ടുകൊണ്ട് അമ്മച്ചി എന്റെ ഭർത്താവല്ല നിന്റെ നന്ദ, അത് ഈ കൂട്ടത്തിൽ നിൽക്കുന്ന വേറെ ആരോ ആണെന്നും പറഞ്ഞ് അടുത്ത അമ്മാവനെ മോനായിട്ട് എടുത്ത് വളർത്താൻ അവർ യാത്രയാവും. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് അമ്മച്ചിയുടെ പ്ലാൻ പാളിപ്പോയിന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ എവിടെയോ കിടന്ന ഒരു അമ്മാവനെ മോനായിട്ട് കൊണ്ടുവന്നിട്ട് പാതാളത്തിൽ കിടന്ന കമ്പനിയെ ഉയർത്തിക്കൊണ്ടുവന്ന് നമ്പർ 1 ആക്കുകയും ചെയ്തു. കമ്പനിക്ക് എതിരാളിയായിട്ട് നിന്ന ഒരേ ഒരു മന്ത്രിവില്ലനെ അവനെ കൊണ്ട് തന്നെ കൊല്ലിക്കുകയും ചെയ്തു. ഇനി പറ ആരാ യഥാർത്ഥ റൂളർ? അപ്പൊ ചുരുക്കി പറഞ്ഞ എന്റെ വീടിന്റെ അടുത്തൊരു പെണ്ണിന്റെ തലയിൽ തേങ്ങ വീണു. അവളെല്ലാം മറന്നുപോയി, സ്വന്തം കാമുകനെ പോലും. അവളെ കാമുകനെ മറന്നിട്ട് വേറൊരുത്തനെ കല്യാണം കഴിച്ചു. ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് അവളുടെ തലയിൽ ഒരു വെള്ളക്കാ വീണു. അപ്പോൾ അവൾക്ക് കാമുകനെ ഓർമ്മ വന്നു. അവൾ അവന്റെ കൂടെ കുളിച്ചോടി. ലീന പറഞ്ഞത് ഈ അസുഖത്തിന്റെ പേര് ജിംനേഷ്യം. ജിംനേഷ്യം അല്ല, മഗ്നീഷ്യം. പക്ഷെ ഓർമ്മയില്ലാത്ത ധർമ്മം അങ്ങേറെ ധർമ്മം ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ വരുന്ന ഏറ്റവും പുണ്യമായ ധർമ്മം അങ്ങ് ചെയ്യുക. ഒരു മടിയും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ഇതേ സ്ഥലത്ത് അടുത്ത ഫ്രൈഡേ കൃത്യം 8 മണിക്ക് വരാനും മറക്കണ്ട. അപ്പോൾ അടുത്ത ഫ്രൈഡേ കാണാം.